സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി ഉപേക്ഷിക്കാൻ മടിയുണ്ടല്ലേ? നിങ്ങളുടെ സമയക്രമത്തിന് അനുയോജ്യമായി അപകട സാധ്യത കുറഞ്ഞതും പ്രായോഗികമായ ഒരു ബിസിനസ് ഐഡിയ ആണോ നിങ്ങൾ തിരയുന്നത്? നിങ്ങൾക്ക് ഇന്നു തന്നെ ആരംഭിക്കാൻ കഴിയുന്ന 15 പവർഫുൾ ബിസിനസ് ഐഡിയനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഐഡിയാസ് വെറും ഓൺലൈൻ ജോലികളോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലികളോ അല്ല, പരമ്പരാഗത ബിസിനസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ ആശയവും ഓരോ ഉദാഹരണങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വിശദീകരിച്ചു തരാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ഇത് ആരംഭിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഇത് ആരംഭിക്കാൻ കഴിയുന്നത്, എത്ര രൂപയാണ് ഇത് ആരംഭിക്കാൻ വേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, കാരണം ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ഷൻ ആണ് ഓൺലൈൻ ആൻഡ് ഡിജിറ്റൽ ബിസിനസ്സസ്. ഇതിൽ ഒരു 5 ഐഡിയാസ് ഉണ്ട്. ആ ഒരു 5 ഐഡിയാസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു 5 ഐഡിയാസിൽ ആദ്യം വരുന്ന ഒരു പോയിന്റ് ആണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആൻഡ് സെല്ലിംഗ്. ഇതിന് ഞാനൊരു ഉദാഹരണവും പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു IT പ്രൊഫഷണൽ ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ നോർമലി ആ ഒരു 5 to 9 ആ ഒരു ജോബ് ചെയ്യുന്നത് IT പ്രൊഫഷണൽ ആണ്. പക്ഷേ നിങ്ങൾക്ക് അത് കൂടാതെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് സ്വന്തമായി ക്യാൻവാസ് ടെംപ്ലേറ്റ്, അതുപോലെ തന്നെ ബുക്സ് എന്നിവ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ഇതിലൂടെ നേടാൻ സാധിക്കും. നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാസീവ് ഇൻകമായി ഏകദേശം 50,000 രൂപ വരെ അഡീഷണൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു നോളജും അത് ചെയ്യാനുള്ള ഒരു പാഷനും ഉണ്ടായിരുന്നാൽ മാത്രം. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആണെങ്കിലും അതുപോലെ നിങ്ങൾ ഒരു റൈറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു മാർക്കറ്റ് പ്ലേസിൽ ആ ഒരു പ്രോഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് സെൽ ആയിക്കോളും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പാസീവ് ഇൻകം ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ എപ്പോഴാണ് ഇതിനൊരു സമയം കണ്ടെത്തുക എന്നതായിരിക്കും കരുതുന്നത്. ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്, എപ്പോഴാണ് എനിക്ക് ഇനിയും ഇതും കൂടെ ചെയ്യാൻ സാധിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിനോട് ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങളുടെ ആ ഒരു ജോലി സമയം കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അതിലൂടെ നിങ്ങൾക്ക് പാസീവ് ഇൻകം നേടാനും സാധിക്കും. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് യൂട്യൂബ് ഓട്ടോമേഷൻ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ഫിനാൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക. നിങ്ങൾക്ക് മറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയൊക്കെയുള്ള സ്കില്ലുണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഐഡിയ. നിങ്ങൾക്ക് സ്വന്തമായി യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഔട്ട്സോഴ്സായി സ്ക്രിപ്റ്റ് തയ്യാറാക്കാം, വോയിസ് ഓവർ നൽകാം, എഡിറ്റിംഗ് ചെയ്യാം. ഇത്തരത്തിലൂടെ നിങ്ങൾക്ക് പാസീവ് ഇൻകം വളരെ പെട്ടെന്ന് തന്നെ നേടാവുന്നതാണ്. നിങ്ങൾ പ്രോപ്പറായി ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിത്തിൻ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏകദേശം 60,000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് അവരുടെ ഫേസ് കാണിക്കാൻ ആഗ്രഹമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും ഇത് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ വോയിസ് ഓവർ നൽകാം, അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി വിഷ്വൽസ് എഡിറ്റിംഗിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ കൺവേ ചെയ്യാനും സാധിക്കുന്നു. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വളരെ ബിസിയായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ഏകദേശം 2-3 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായി നിങ്ങളുടെ ആ ഒരു ചാനൽ ബിൽഡ് ചെയ്യുകയും നിങ്ങൾക്ക് പാസീവ് ഇൻകവും സമ്പാദിക്കാനും സാധിക്കുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി ഒരു 3 അല്ലെങ്കിൽ 6 മാസം ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്ന് കരുതുക. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലും ഒരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക് റിവ്യൂസ് ബ്ലോഗ്സ് ആയിട്ട് എഴുതി നിങ്ങൾക്ക് അതിൽ നിന്നും പണം സമ്പാദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളിലെ അഫിലിയേറ്റഡ് ലിങ്കുമായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലോഗിങ്ങും റിവ്യൂസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ സെയിലിലും അതിന്റെ ഒരു ഷെയർ, ഒരു കമ്മീഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ പണം അതിൽ നിന്ന് സമ്പാദിക്കാനും കഴിയുന്നു. എന്തുകൊണ്ടാണ് ഈ മേഖല വളരെ പ്രയോജനകരമായി മാറുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ബ്ലോഗ്സിലൂടെ ആ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? നിങ്ങളൊരു ബ്ലോഗർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ഒരു മേഖലയുടെ ഈ ഒരു ബിസിനസ് ആശയം പരീക്ഷിക്കാവുന്നതാണ്. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് പോഡ്കാസ്റ്റിംഗ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഈ ബിസിനസ് മേഖല നിങ്ങൾക്കുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ കരിയർ റിലേറ്റഡ് അഡ്വൈസ് നൽകാൻ ആഗ്രഹമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ കോൺഫിഡന്റ് ആയി സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ മേഖലയിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. ആർക്കൊക്കെ ഇത് ആരംഭിക്കാൻ സാധിക്കും? നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ആരംഭിക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുക.
അതിനുശേഷം ഇത് അപ്ലോഡ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടതാണ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി സ്പോട്ടിഫൈ ആൻഡ് ആപ്പിൾ പോഡ്കാസ്റ്റ് എന്നിങ്ങനെയുള്ള ആ ഒരു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങൾക്ക് വീക്കിലി 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മാത്രം മതിയാകും. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഓൺലൈൻ കോച്ചിങ് ആൻഡ് ട്യൂട്ടറിംഗ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, മാത്സോ ഫിസിക്സോ ബയോളജിയോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, നിങ്ങൾ അതിൽ 100% കോൺഫിഡന്റ് ആണെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ഫിസിക്സ് ആണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സബ്ജക്ട്, ആ ഒരു നോളജ് നിങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്ത് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നു. വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി ട്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് വരുമാനം നേടാം. എന്തുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുക്കേണ്ടത്? വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. സൂം, ഗൂഗിൾ മീറ്റ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാവുന്നതാണ്. എങ്ങനെ ഇത് ചെയ്യാമെന്നായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ ബ്രില്യൻ്റ് ആണെങ്കിൽ അത് പഠിപ്പിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉള്ളത് ആ ഒരു നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അതിൽ നിന്ന് വരുമാനം നേടാം. ആദ്യത്തെ സെക്ഷനിലെ 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ട്രഡീഷണൽ ആൻഡ് ലോക്കൽ ബിസിനസ്സസ്. ട്രഡീഷണൽ ആൻഡ് ലോക്കൽ ബിസിനസ്സസ്, ഇതിലൊരു 5 പോയിന്റ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കാര്യമാണ് റെന്റൽ ബിസിനസ്സസ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ സ്വന്തമായ ഒരു ക്യാമറയും വാങ്ങി. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ആ മേടിച്ച ക്യാമറ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അവിടെയാണ് ഒരു ബിസിനസ് സാധ്യത ഉയർന്നു വരുന്നത്. നിങ്ങൾ ഈ ഒരു ക്യാമറ റെന്റ് നൽകുകയാണെങ്കിൽ ഒരു ചെലവുമില്ലാതെ മന്ത്ലി നിങ്ങൾക്ക് റെന്റ് ആയിട്ട് 15,000-ഓളം രൂപ സമ്പാദിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ മേഖല ഇനി ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലാതെ ഒരു പാസീവ് ഇൻകം നേടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഈസി മാനേജ്മെന്റുമാണ്. ക്യാമറ മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ പല കാര്യങ്ങളിലും പ്രയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വീട് റെന്റിന് നൽകാൻ സാധിക്കും, നിങ്ങളുടെ ബൈക്ക് റെന്റിന് നൽകാൻ സാധിക്കും, നിങ്ങളുടെ കാർ റെന്റിന് നൽകാൻ സാധിക്കും, ടൂൾസ് റെന്റിന് നൽകാൻ സാധിക്കും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പല മേഖലകളിലും ഉപയോഗിക്കാവുന്നതാണ്. ആർക്കൊക്കെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും? ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ ഇത് ചെയ്യാമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, റെന്റൽ ആപ്പ്, OLX പോലുള്ള ആപ്പുകളിലൊക്കെ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു റെന്റൽ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മളുടെ സാധനങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട്. വീട് റെന്റിന് നൽകുന്നു എന്നൊക്കെ പോസ്റ്ററൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പല മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എപ്പോൾ ആരംഭിക്കണമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാവുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങളുടെ കയ്യിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റെന്റിന് നൽകി അതിൽ നിന്ന് വരുമാനം നേടാൻ തയ്യാറായിക്കോളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഹോം ബേക്കറി ആൻഡ് ക്ലൗഡ് കിച്ചൺ. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള പാഷൻ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു HR മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ശനിയും ഞായറും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനായി മാറ്റി വെക്കുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. വീക്കെൻഡ് ബേക്കിംഗ് ഐഡിയ, അല്ലെങ്കിൽ വീക്കെൻഡ് നിങ്ങൾക്ക് ഏതൊരു ഫുഡ് കുക്ക് ചെയ്യാനാണ് കൂടുതൽ സ്കില്ലുള്ളത് ആ ഒരു ഫുഡിന്റെ ബിസിനസ് വീക്കെൻഡ് മാത്രം ചെയ്യുക. ഫസ്റ്റ് കുറച്ച് നാളുകളിൽ ആളുകൾ അറിയാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ആളുകൾ ഇങ്ങനെ ഒരു ബിസിനസ്, ഇങ്ങനെ വീക്കെൻഡിൽ ഇങ്ങനെ ഒരു സ്റ്റോൾ ഉള്ള കാര്യം അറിയുകയും കൂടുതൽ ആളുകൾ നിങ്ങളുടെ കടയിലേക്ക് വരികയും നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ കൂടുതൽ ലാഭം നേടാൻ പറ്റുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവായ കാര്യം. എന്തൊക്കെ ചെയ്യാമെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ആവാം, ടിഫിൻ ആവാം, അതുപോലെ തന്നെ സ്നാക്സ് ആവാം. എന്തുണ്ടാക്കാനാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളത് അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം. ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു ഫുഡ് ലവർ ആണെങ്കിൽ, കുക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാം. എങ്ങനെ ഇത് സെല് ചെയ്യാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് സ്വിഗ്ഗി ഉപയോഗിക്കാം, സൊമാറ്റോ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് നടത്താം. ഇത്തരത്തിലുള്ള മേഖലകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സെല്ലിങ്ങും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് കാർ വാഷ് ആൻഡ് ഓട്ടോ ഡീറ്റെയിലിംഗ്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, നിങ്ങൾ ശനി ഞായർ അല്ലെങ്കിൽ നിങ്ങൾ വീക്കെൻഡ്സ് ലീവ് ആണെങ്കിൽ ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് ഒരു കാർ വാഷ് കമ്പനി ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അഡീഷണൽ ആയി ഒരു 50,000 രൂപ സമ്പാദിക്കാൻ കഴിയുന്നു. എന്ത് നല്ല ഐഡിയ ആണല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കേണ്ടത്? വളരെ ഹൈ ഡിമാൻഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ അവേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഈ ഒരു ഐഡിയ, ഈ ഒരു ബിസിനസ് ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആവാനുള്ള ഒരു സാധ്യതയായി മാറുന്നത്.
എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ടതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാർ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വാഷിംഗ്, അതുപോലെ തന്നെ സെറാമിക് കോട്ടിംഗ്, ഇത്തരത്തിലുള്ള സർവീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ കാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ, വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ സാലറിക്കൊപ്പം തന്നെ അഡീഷണൽ ഒരു 50,000 രൂപയും സമ്പാദിക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ പാഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളുമായിക്കൊള്ളട്ടെ, വീക്കെൻഡിൽ നിങ്ങൾക്ക് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലിയാണ്. ക്രിയേറ്റിവിറ്റി ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. എവിടെയൊക്കെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്? വെഡിങ് ഫോട്ടോഗ്രാഫി, മോഡലിംഗ് ഫോട്ടോഗ്രാഫി, ഫുഡ് ഫോട്ടോഗ്രാഫി, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ വിപുലമായ ഒരു മേഖല തന്നെയുണ്ട്. നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏത് മേഖല വേണമെങ്കിലും ചൂസ് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പണവും സമ്പാദിക്കാം. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇത് ആരംഭിക്കാമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്? ആദ്യം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ ഓരോ വീക്കെൻഡും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കല്യാണം കഴിക്കുന്നുണ്ടാവും. അങ്ങനെ ചെറിയ രീതിയിൽ ആരംഭിച്ച് അങ്ങനെ കൂടുതൽ ആളുകൾ നിങ്ങളെ അറിയുകയും നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കുന്നു. എപ്പോഴെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ജോലി സമയങ്ങൾ കഴിഞ്ഞുള്ള ആ വീക്കെൻഡുകളിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് കൂടുതൽ പണം സമ്പാദിക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഫിറ്റ്നസ് കോച്ചിങ് ആൻഡ് പേഴ്സണൽ ട്രെയിനിങ്. നിങ്ങൾ ഫിറ്റ്നസ് റിലേറ്റഡ് മേഖലയിൽ കൂടുതൽ കഴിവുള്ള, കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഈ മേഖല നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് പാർട്ട് ടൈമായി ഒരു ഫിറ്റ്നസ് ട്രെയിനറായി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യോഗ ടീച്ചറായി വർക്ക് ചെയ്യാം. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ മേഖലയിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങൾ ഇത്തരത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 60,000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സാലറി അല്ലാതെ അഡീഷണൽ ആയി നിങ്ങൾക്ക് ഒരു 60,000 രൂപ കൂടി ലഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈ ഡിമാൻഡും ഫ്ലെക്സിബിൾ ടൈമിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഹൈ റിട്ടേണും ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഈ ഒരു മേഖലയിൽ പഠിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏർലി മോർണിംഗും അതുപോലെ തന്നെ ഈവനിംഗ് ടൈമും ഇതിനായി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ഇതിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് 10 ബിസിനസ് ഐഡിയാസ് പറഞ്ഞു. ഇനി നമ്മൾ ഫൈനൽ പാർട്ട് 3ാമത്തെ പാർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പാർട്ടാണ് സ്കേലബിൾ ആൻഡ് നിഷ് ബിസിനസ് ഐഡിയാസ്. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഇവന്റ് പ്ലാനിംഗ് ആൻഡ് സ്മോൾ സ്കെയിൽ വെഡിങ്സ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കി മാറ്റാനുമുള്ള കഴിവുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്കുള്ളതാണ്. ആദ്യം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഐഡിയ പ്രാവർത്തികമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ചെറിയ ഇവന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് വലിയ വലിയ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തന്നെ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. എല്ലാ ദിവസവും വെഡിങ്സ് നടക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. എപ്പോഴും ഇങ്ങനെ ഓരോ പരിപാടികൾ, വെഡിങ്സ് മാത്രമല്ല കോർപ്പറേറ്റ് ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ ഓരോ ഇവന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു മേഖല എപ്പോഴും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്കെൻഡിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഈവന്റ്സ് മാത്രം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സും ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ ഇത് ചെയ്യാമെന്നായിരിക്കും? ആദ്യം തന്നെ നമുക്ക് വലിയ ഇവന്റ്സ് എടുത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങളുടെ ചെറിയ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ബ്രൈഡൽ ഷവർ, അത്തരത്തിലുള്ള ചെറിയ പാർട്ടീസ് ആ ഒരു ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് വലിയ ഇവന്റ്സും കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഒരു ക്രൗഡിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്കും ആരംഭിക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് സബ്സ്ക്രിപ്ഷൻ ബോക്സ് ബിസിനസ്സസ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യാവുന്നതാണ് ഈ ഒരു ഫിറ്റ്നസിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ബിസിനസ് നിങ്ങൾ ആരംഭിക്കുക. ഇനിഷ്യലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മന്ത്ലി പ്രോട്ടീൻ സ്നാക്സ് ബോക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൂടുതൽ ആളുകൾ വരെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വർദ്ധിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ്, അതായത് പ്രോട്ടീൻ ബാർ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബിസിനസ് വലിയ രീതിയിൽ വളർത്താവുന്നതാണ്. ഇതിന്റെ ഒരു നേട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരു സ്റ്റോർ അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റോർ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ബ്യൂട്ടി, ഫുഡ്, ഫിറ്റ്നസ് അങ്ങനെ പല മേഖലകളിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോയിന്റ് ആണ് വെർച്വൽ അസിസ്റ്റന്റ് സർവീസസ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ബേസിക് അഡ്മിൻ സർവീസസ് മറ്റുള്ളവർക്ക് നൽകുക, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനവും നേടാൻ സാധിക്കും. ഉദാഹരണത്തിന് അഡ്മിൻ സർവീസുകളായ ഇമെയിൽ മാനേജ്മെന്റ്, ഷെഡ്യൂളിംഗ്, കസ്റ്റമർ സപ്പോർട്ട്,
എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. കുറെ നാളുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തിന് നിങ്ങൾക്ക് ഒരു പുതിയ ടീം ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാനും സാധിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ്സിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടാകണം. പക്ഷേ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലും വേണ്ട. നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ പണം നേടാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. ഡേറ്റ എൻട്രി, കസ്റ്റമർ സപ്പോർട്ട്, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്, ഇമെയിൽ ഹാൻഡ്ലിംഗ്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം നേടാൻ സാധിക്കും. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഓർഗനൈസ്ഡ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലും നിങ്ങൾക്കൊരു ഓർഗനൈസേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് അപ്വർക്ക്, ഫീവർ, നെറ്റ്വർക്ക് വിത്ത് സ്മോൾ ബിസിനസ് എന്നിവയിലൂടെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ആൻഡ് കസ്റ്റമറൈസ്ഡ് ഗിഫ്റ്റ് ബിസിനസ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നേഹ ഒരു ടീച്ചറാണ്. പക്ഷേ ടീച്ചർ ആയിട്ട് പോലും നേഹയ്ക്ക് കാൻഡിൽ മേക്കിംഗ് ഒരു പാഷൻ ആയിരുന്നു. അപ്പോൾ നേഹ എങ്ങനെ ഈ ഒരു കാൻഡിൽ മേക്കിംഗ് ഒരു ബിസിനസ് ആക്കി മാറ്റാമെന്ന് ചിന്തിച്ചു. തന്റെ ജോലി കളയാതെ തന്നെ എങ്ങനെ എന്റെ ബിസിനസ്സും ആരംഭിക്കാമെന്ന് ചിന്തിച്ച് നേഹ തന്റെ ഒഴിവു സമയങ്ങളിൽ വീക്കെൻഡിൽ കാൻഡിൽസ് നിർമ്മിക്കുകയും അതൊരു ബിസിനസ് ആക്കി മാറ്റുകയും ഇപ്പോൾ നേഹ സ്വന്തം സാലറി കൂടാതെ തന്നെ അഡീഷണൽ ആയി 50,000 രൂപ മാസം സമ്പാദിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒഴിവു സമയങ്ങളിൽ ഫ്ലെക്സിബിൾ ആയി ചെയ്യാൻ സാധിക്കും. വലിയ പ്രോഫിറ്റിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഷോപ്പിന്റെ ആവശ്യമില്ല. പക്ഷേ വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് കാൻഡിൽ മാത്രമല്ല, നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർണമെന്റ്സ്, എന്ത് സ്കില്ലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും. ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൂടാതെ കൂടുതൽ ക്രിയേറ്റീവായി ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും, കാൻഡിൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അച്ചാർ ആയിക്കൊള്ളട്ടെ, എന്തുണ്ടാക്കിയാലും നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫെയർ, എന്തെങ്കിലും ഇവന്റ്സ് നടക്കുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് നടത്താവുന്നതാണ്. ഇങ്ങനെ പല മേഖലകളിലൂടെ നിങ്ങളുടെ ഒരു ബിസിനസ് സാധ്യത വളർത്താവുന്നതാണ്. അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ലോക്കൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ആൻഡ് Airbnb ഹോസ്റ്റിംഗ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. രോഹിത് എന്ന് പറയുന്ന ആൾ അവരുടെ ഒരു ഹോം ടൗണിൽ, അതൊരു വില്ലേജ് ആണ്, അവിടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമായി വാങ്ങി. ആരും ഉപയോഗിക്കാതെ കിടന്ന ഒരു വേക്കന്റ് അപ്പാർട്ട്മെന്റ് സ്വന്തമായി വാങ്ങി. സാധാരണ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർട്ടി റെന്റിന് നൽകുന്നു. പക്ഷേ രോഹിത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത്. റെന്റിന് നൽകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയെ Airbnb ആൻഡ് Booking.com എന്ന വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു പ്രോപ്പർട്ടി ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു കെയർ ടേക്കറിനെയും ഹയർ ചെയ്തു. ആ ഒരു കെയർ ടേക്കർ ക്ലീനിങ് മാത്രമല്ല ചെയ്തത്, ആ ഒരു പ്രോപ്പർട്ടിയുടെ ചെക്കിനും ചെക്ക്ഔട്ടും ഒക്കെ മാനേജ് ചെയ്തു. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചതിലൂടെ രോഹിത് മാസം 70,000 രൂപയാണ് സമ്പാദിക്കുന്നത്. ഒരു എഫേർട്ടും ഇല്ലാതെ മാസം 70,000 രൂപ. എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വളരെ എളുപ്പമായി പാസീവ് ഇൻകം നേടാൻ സാധിക്കും. അതുമാത്രമല്ല സ്കേലബിൾ ആണ് ഈ ഒരു ബിസിനസ് ഐഡിയ. എന്തൊക്കെ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമുക്ക് വെക്കേഷൻ ഹോംസ് മാനേജ് ചെയ്യാൻ സാധിക്കും. മറ്റ് പ്രോപ്പർട്ടികളും നമുക്ക് Airbnb-യിലൂടെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആർക്കൊക്കെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്വന്തമായ ഒരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോക്കലി നല്ലൊരു കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും? ആദ്യം തന്നെ Airbnb-യിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു കെയർ ടേക്കറിനെയും ഹയർ ചെയ്യുക. അദ്ദേഹം തന്നെ നിങ്ങളുടെ ആ ഒരു റൂമിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ചെക്ക് ഇന്നും ചെക്ക് ഔട്ടും മാനേജ് ചെയ്യുന്നു. അധികം ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അതിനെ റീഇന്നോവേറ്റ് ചെയ്ത് കൂടുതൽ വിപുലമായ ഒരു ബിസിനസ് സാധ്യതയാണ് ഇവിടെ തുറന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഏതെങ്കിലും പ്രോപ്പർട്ടി സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ലീസിനെടുത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബിസിനസ് ഐഡിയ പ്രയോഗിച്ച് കൂടുതൽ പണവും നേടാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഏകദേശം 15ഓളം ഐഡിയ നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന ഏകദേശം 15ഓളം ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അത് ചൂസ് ചെയ്ത് ഇന്ന് തന്നെ സമയം കളയാതെ നിങ്ങളുടെ അഡീഷണൽ ഇൻകം നേടിയെടുക്കൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ബിസിനസ് ഐഡിയ ആണ്, എന്ത് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.